ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ് റെസിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബാച്ചിലേഴ്സ് സ്പെഷ്യൽ റെസിപ്പാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ്റെ ബോൺ പീസസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് പീസ് മാറ്റി ബോൺ പീസസ് മാത്രം ചെറിയ കറി പീസ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല, വെള്ളമൊക്കെ വാർന്ന് നല്ല ഡ്രൈ ആവണം. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളി, ഒരു കൂട് വെളുത്തുള്ളി, ഇതിലൊരല്പം വെളുത്തുള്ളി കൂടുതൽ എടുക്കണം, ഒരു 6 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം, ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടി വേണം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വളരെ തിന്നായി സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല നേരിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. ഇതിൽ ഞങ്ങൾ തക്കാളി യൂസ് ചെയ്യുന്നില്ല. ഈ റോസ്റ്റിൽ തക്കാളി ഇല്ലാത്ത റോസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം വേണം, പ്രത്യേകിച്ച് വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നമുക്ക് ചിക്കനിലൊക്കെ കിട്ടണം. പിന്നെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുക. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നവരാണ് അതിൻ്റെ ആ പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്യുന്നതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കഴിയുമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഉള്ളിയെല്ലാം തിന്നായി മുറിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അതുപോലെ 3 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് കഴുകി വെള്ളം വാർത്തി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനിൽ വെള്ളം തീരെ പാടില്ല, കയ്യിൽ നിന്ന് നല്ല പോലെ ഡ്രൈ ആകാൻ ശ്രമിക്കുക. അതുപോലെ ചിക്കൻ ചേർക്കുന്നേരം ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നല്ലപോലെ കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് മൂടി ഒരു 10 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ വെക്കണം. 10 മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പൊടികളും, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. ഉള്ളിയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും ഗരം മസാലപ്പൊടിയും ഒരല്പം കൂടി കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി തൂക്കി മൂടി വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കതൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരല്പം മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമൺസിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻസിലേക്ക് കൂടി അറിയിക്കുക.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ റെസിപ്പുമായി വീണ്ടും കാണാം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയും റെസിപ്പുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.